പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനിൽ സ്റ്റാർലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയതായി ഇലോൺ മസ്ക്. സംഘർഷങ്ങൾ മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടം രാജ്യത്തെ പരമ്പരാഗത ഇന്റർനെറ്റ് ശൃംഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മസ്കിന്റെ ഈ പ്രഖ്യാപനം. ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനമുള്ളപ്പോൾ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കിയ മസ്കിന്റെ തീരുമാനം രാഷ്ട്രീയ വിവാദമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിയന്ത്രണം വന്നിരുന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു വെള്ളിയാഴ്ച ഇറാൻ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. രാജ്യം സാധാരണ നിലയിലാകുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്നും ഇറാൻ വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതോടെ ഇന്റർനെറ്റ് സംവിധാനം അടഞ്ഞ ഇറാൻ ജനതയ്ക്ക് ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലഭ്യമാണെന്ന് 3 വാക്കുകളിലൂടെയാണ് ഇലോൺ മസ്കിന്റെ പ്രഖ്യാപനം. ദ ബീംസ് ആർ ഓൺ എന്നാണ് എക്സിൽ ഒരു ട്വീറ്റിന് മറുപടിയായി സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയുടെ സിഇഒ മസ്ക് കുറിച്ചത്. ലോ എർത്ത് ഉപഗ്രഹ ശൃംഖല വഴിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് കീഴിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്ക് ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കുന്നത്. പരമ്പരാഗത നെറ്റ്വർക്ക് സംവിധാനങ്ങൾ എത്താത്ത കുഗ്രാമങ്ങളിലും പർവ്വത മേഖലകളും വനങ്ങളും പോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിലും സമുദ്രങ്ങളിലും വരെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ നെറ്റ്വർക്ക് വഴി മസ്ക് ഇന്റർനെറ്റ് എത്തിക്കുന്നു. പരമ്പരാഗത ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്ക് ഒരു രാജ്യം നിരോധനം ഏർപ്പെടുത്തിയാലും അവിടെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ലഭ്യമാകുമെന്ന് തെളിയിക്കുന്നതാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് പ്രധാന കാര്യം. ബ്ലാക്ക് മാർക്കറ്റുകൾ വഴി 20,000-ഓളം സ്റ്റാർലിങ്ക് ടെർമിനുകൾ ഇറാനിൽ പ്രവർത്തിക്കുന്നതായാണ് കണക്കുകൂട്ടൽ. സാറ്റലൈറ്റ് ഇന്റർനെറ്റിന് പുറമെ സ്റ്റാർലിങ്കിന്റെ സെൽ ടു സാറ്റലൈറ്റ് സംവിധാനവും ഇറാനിൽ സജീവമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആളിക്കത്തുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വ്യാപക നാശമുണ്ടായി. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ടെൽ അവീവിലേക്കടക്കം ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചാണ് ഇറാൻ മറുപടി നൽകിയത്. ഇസ്രയേലിന്റെ ശക്തമായ വ്യോമ പ്രതിരോധം തകർക്കാൻ ഇറാനായി. ഇതിന് പിന്നാലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംഭരണികളിലും എണ്ണപ്പാടങ്ങളിലും വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടു. ഇരു രാജ്യങ്ങളിലും ആൾനാശം വിതച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാഴ്ത്തി തുടരുകയാണ്. അതേസമയം ഏതെങ്കിലും തരത്തിൽ യുഎസിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ യുഎസിന് ഒരു പങ്കുമില്ലെന്നും തന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു. ഇറാനെയും ഇസ്രയേലിനെയും ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ച് ഈ രക്തരൂക്ഷിത യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും വളരെ എളുപ്പത്തിൽ യുഎസിന് കഴിയുമെന്നും ട്രംപ് പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.